അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട നാബിഗത്തുൽ ജഅദി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ഒരുപാട് കാലം ജീവിച്ച, ഏകദേശം 180ഓളം വയസ്സ് വരെ ജീവിച്ച വലിയ മഹാനാണ്. ജാഹിലിയത്തിലും ഇസ്ലാമിലുമായി ഒരുപാട് കവിതകൾ പാടിയിട്ടുണ്ട് മഹാനവർകൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ ഒരുപാട് കവിതകൾ ആലപിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ കവിത പാടിയപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അങ്ങനെ മഹാനവർകൾ ഒരുപാട് കാലം ജീവിച്ചിട്ടും ആ സ്വരമാധുര്യം നഷ്ടപ്പെടാതെ, ആ സാഹിത്യ സമ്പുഷ്ടത നഷ്ടപ്പെടാതെ, ബഹുമാനപ്പെട്ടവരുടെ ഏത് പ്രായത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു പല്ല് കൊഴിഞ്ഞു പോയാൽ പിന്നെയും ആ പല്ല് വന്നിരുന്നു. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് പ്രകടമായ മഹത് വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട നാബിഗത്തുൽ ജഅദി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആലപിച്ച 2 വരി കവിത, ആ കവിത ഏറെ പ്രസക്തമാണ്. ബഹുമാനപ്പെട്ടവർ പാടുന്നു: ഫയാ ഖബറൻ നബിയ്യി വസ്വാഹിബൈഹി അലാ യാ ഗൗസന ലൗ തസ്മഊന. ഓ മുത്തുനബിയുടെ ബറക്കത്താക്കപ്പെട്ട ഖബറെ, സിദ്ദീഖ് തങ്ങളുടെയും ഉമർ തങ്ങളുടെയും ഖബറെ, അലാ യാ ഗൗസന ലൗ തസ്മഊന, ഓ ഞങ്ങളുടെ സഹായമേ, നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നില്ലേ എന്ന് ബഹുമാനപ്പെട്ടവർ പാടുന്നു. അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശീർവാദം ലഭിച്ച് ജീവിതത്തിൽ മുഅ്ജിസത്ത് പ്രകടമായ ബഹുമാനപ്പെട്ട നാബിഗത്തുൽ ജഅദി റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടെ വന്ന് ഇസ്തിഗാസ ചെയ്യുകയാണ്. അതിനു പുറമെ അലാ യാ ഗൗസന, മുത്തുനബി തങ്ങളെ ഗൗസ് എന്ന് വിളിക്കാം, വഫാത്തിന് ശേഷം ഇങ്ങനെ ഇസ്തിഗാസ ചെയ്യാം എന്ന വലിയൊരു തെളിവ് കൂടെ ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. ഇതിന് തുടർച്ചയായാണ് കുത്തുബിയത്തിലും മറ്റുമൊക്കെ യാ ഗൗസ് എന്നും തുടങ്ങിയ അതുപോലത്തെ വിളികളൊക്കെ നമ്മൾ വിളിക്കുന്നത്. അതിങ്ങനെ തുടർന്ന് വരികയാണ്. അതിനൊക്കെ പ്രാമാണികമായി വലിയ പിൻബലമുണ്ട് എന്നുകൂടെ ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഇസ്തിആബ് എന്ന കിതാബിന്റെ 2ാം വാള്യം 308-ാം പേജിൽ ഈ സംഭവം പറയുന്നതായി കാണാം. മറ്റൊരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട അസ്വദ് ഇബ്നു മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ ഒരുപാട് മദ്ഹ് പറയാറുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. മഹാനവറുകൾ പാടിയ ഒരു വരി, ആ വരിയിൽ നിന്ന് സ്വഹാബത്തിന്റെ ആദർശ ദൃഢത നമുക്ക് നന്നായി ബോധ്യപ്പെടും. മഹാനവറുകൾ പാടുന്നു: അൻതർ റസൂലുല്ലദീ തുർജാ ഫവാദിലുഹു ഇൻദൽ ഖുഹൂതി ഇദാ മാ അഖ്തഅൽ മതറു. മഴയില്ലാതിരിക്കുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, വരൾച്ച വരുമ്പോൾ, അങ്ങനെ തുടങ്ങി പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അങ്ങ് അതിൽ വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അങ്ങ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന വലിയ പ്രതീക്ഷയാണ് നബിയെ എന്ന് ബഹുമാനപ്പെട്ടവർ പാടുമ്പോൾ, ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുത്തുനബിയെ സമീപിക്കുന്നു സ്വഹാബത്ത്. ആ സമീപനം അത് അവർ കാണിച്ചു തന്ന ഉത്തമമായ മാതൃകയാണ്. ഇങ്ങനെ മുത്തുനബിയോട് സഹായം ചോദിക്കൽ ഷിർക്കാണ് എന്ന് പറയുന്നവരുടെ മനസ്സിൽ എന്താണുള്ളത്? അവരുടെ മനസ്സ് എത്രത്തോളം നീചമാണ് എന്ന് നാം എങ്ങനെയാണ് മനസ്സിലാക്കുക? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അവിടുത്തെ അൽ ഇസാബയുടെ 1ാം വാള്യം 78-ാം പേജിൽ ഈ സംഭവം പറയുന്നതായി കാണാം. അള്ളാഹു എന്നും അഹ്ലുസുന്നയുടെ വിശ്വാസങ്ങളിൽ അടയുറച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.